ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കുടുംബജീവിതം, കുടുംബത്തിൽ ഐക്യമുണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ ഇപ്പം അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, ഇങ്ങനെയുള്ളൊരു കുടുംബമാണെന്ന് വെച്ചു. അല്ലെങ്കിൽ ജസ്റ്റ് അപ്പൻ, അമ്മ, പിള്ളേർ, എന്നുവെച്ചാൽ ഭാര്യ, ഭർത്താവ്, പിള്ളേർ, അങ്ങനെയുള്ള ചെറിയ കുടുംബമാണെന്ന് വെച്ചു. എങ്ങനെയാണെങ്കിലും ഈ കുടുംബം, ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു ഐക്യമുണ്ടാകണം, ഒന്നിച്ച് നീങ്ങണം, തമ്മിൽ സ്നേഹം ഉണ്ടാകണം. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവരുന്നത് ഇവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവില്ല. എന്നാൽ പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ സർക്കിൾ ഉണ്ടായിരിക്കും, അതിനകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുശലം പറച്ചിലോ ഒരു ഒന്നിച്ചുള്ളൊരു സന്തോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പകരം ഇവർ പുറത്താണ് ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസും. എന്ന് വെച്ചാൽ പുറത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, മകന് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, മകൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, ഭാര്യയ്ക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, ഭർത്താവിന് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും. അതാണ് അവരുടെ ജീവിതം. അല്ലാതെ ഇവർ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബമായിട്ട് ഒരു വളർച്ച, ഒരു മുൻഗതി ഉണ്ടാവില്ല. ഈ പുറത്ത് ഓരോരുത്തർക്കുള്ളൊരു ബന്ധം. പക്ഷെ അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറഞ്ഞ സംഭവം, ആ ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇല്ലെങ്കിൽ ആ ഒരു വീടിന് വളർച്ചയുണ്ടാവില്ല, മോരടിച്ചു പോകും. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ആദ്യം തന്നെ നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ നോക്കാം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിക്കാം. പല കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങളുടെ എല്ലാ ദിവസത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ കാര്യങ്ങളോ ഒക്കെ സംസാരിച്ച് ഒരു തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഒന്നര വിട്ടെങ്കിലും ഒന്നിച്ച് പുറത്തേക്ക് പോകാം. ഇപ്പം സാധനം മേടിക്കാൻ പോവുകയാണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും, ഒരു സ്ഥലം കാണാൻ പോവുകയാണെങ്കിലും എല്ലാം നിങ്ങൾ ഈ കുടുംബത്തിലുള്ളവർ ഒന്നിച്ച് പോകാൻ നോക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐക്യം പതിയെ പതിയെ ബിൽഡപ്പ് ചെയ്തിരിക്കും. ഈ ഒരു ഐക്യത്തിൽ ആ കുടുംബം വളരെ ഇതായിട്ട് വളരാൻ പറ്റും. സോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ ബന്ധം ഉണ്ടാകുക എന്നുള്ളത്. ഇങ്ങനെ ഒന്നിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നിങ്ങൾ തമ്മിൽ ഈ കാര്യങ്ങൾ പറയും. ഒരു തലയെ കിടന്ന് ഇത് കംപ്ലീറ്റ് പെരുകുന്നതിൽ എന്ത് നല്ലതാണ്. പല തലകളിലേക്കത് വ്യാപിക്കുന്ന ഒരു വീട്ടിലൊരു 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരാളുടെ തലയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി വലുതാകുന്നതിന് നല്ലത് മറ്റ് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പം ആ വീട്ടിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നം പങ്കുവയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു വീട്ടിലുള്ളവർ തമ്മിലുള്ള സ്നേഹമായിരിക്കും ഏറ്റവും വലുത്. അല്ലാതെ മറ്റുള്ളവർ ഓരോരുത്തരെ സ്നേഹിക്കുന്നതായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഒരർത്ഥവുമില്ല.
ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ ഉള്ള സ്നേഹമാണ് ഏറ്റവും വലുത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയമെങ്കിലും സംസാരിക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പോൾ പല തലകളിൽ ആ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാവും. സോ എപ്പോഴും നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന മിക്ക സ്ഥലത്ത് ഞാൻ കണ്ടുവരുന്നത് ഒരു വീട്ടിനകത്ത് ഒരു യോജിപ്പും ഉണ്ടാവില്ല. പക്ഷേ അവർ പുറത്ത് അവർക്ക് ഫ്രണ്ട്സായി അങ്ങനായി ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതിലും നല്ലത് നിങ്ങൾ ആ വീട്ടിനകത്ത് നിങ്ങൾ ഈ പുറത്ത് ചെയ്യുന്ന ആ ഒരു ബന്ധം നിങ്ങൾ ആ ഒരു വീട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. ഒന്നിച്ച് പുറത്തേക്ക് പോവുക, ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഒന്നിച്ച് ഓരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. സോ ആ ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് സമാധാനമായിരിക്കും. പല കാര്യങ്ങൾക്കും പല വ്യത്യാസങ്ങളുണ്ടാവും. നല്ലൊരു രീതിയിൽ ആ കുടുംബത്തിനൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും, ബിഗ് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. സോ ഒരു കുടുംബം എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് ഒരു ഭയങ്കര ആയിട്ടുള്ളൊരു നേട്ടം ആയിരിക്കും നിങ്ങൾക്ക്. സോ ട്രൈ ഇറ്റ്.